ഇവ പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ വ്യാപകമായൊരു ഭക്ഷണമാണ് പാനിപൂരി എന്ന് പറയുന്ന സാധനം. പൂരി തന്നെ കുഞ്ഞു കുഞ്ഞു രൂപത്തിലുണ്ടാക്കുക, ചെറിയ ചെറിയ, അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ അതിങ്ങനെ മൊരിഞ്ഞ രൂപത്തിലാവും. എന്നിട്ട് അതിൽ പ്രത്യേകമായ ഒരു വെള്ളം നിറച്ചൊഴിച്ചിട്ട് ഓരോന്ന് ആ വെള്ളം സഹിതം വായിലേക്ക് വെക്കുന്ന ഒരു രീതിയാണ്. പലപ്പോഴും പല ടൗണുകളിലും നമ്മളത് കാണാൻ പറ്റും. ആ മനുഷ്യന്മാർ അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിറക്കേണ്ട കുറച്ച് മസാല കൂട്ടുണ്ട്. അതിങ്ങനെ സെറ്റാവാതിരിക്കാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കലാണ് ആ പണി. വെറുതെ ഇരിക്കണ സമയത്തൊക്കെ അവരതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മളെ പക്കാ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ കിളിമ്പി കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സെറ്റാൻ പാടില്ല. ഒന്ന്. രണ്ടാമതായി ഈ സാധനം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചില പശ്ചാത്തലങ്ങൾ നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ഒറ്റ റൂമിലാണ് ഇവർ താമസിക്കുന്നത്, 2, 3, 4 ആൾക്കാർ. അത് തന്നെയാണ് അവരുടെ കിച്ചൺ, അത് തന്നെയാണ് അവരുടെ ഈ സംഗതികളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം. അവിടെ തന്നെയാണ് അവരുടെ വേസ്റ്റുകളൊക്കെ അഴിച്ചിടുന്നത്. അവിടെ തന്നെയായിരിക്കും അവർ ഉറങ്ങുന്നത്. വല്ലാതെ ദൂരമൊന്നുമില്ലാതെ ആ ജനലിലും അതിലൊക്കെ നിന്നിട്ട് തന്നെ ആയിരിക്കും അവർ ബ്രഷ് ചെയ്യണതും മറ്റും. ഇപ്പം ശരിക്കും ഒരു സസ്യാഹാരമാണ് ഈ പാനിപൂരി. അത് നിർമ്മിക്കുന്ന സാഹചര്യം ഇவ்விധത്തിലാണെങ്കിൽ പലപ്പോഴും മരണം വരെ സംഭവിക്കും. നല്ല വൃത്തിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് കവറൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് ഓരോന്ന് എടുത്തിങ്ങനെ വായക്കിടുമ്പോൾ അതൊന്നും ആലോചിക്കൂല. പലപ്പോഴും ബിസ്ക്കറ്റ് കമ്പനികളുടെ ഉള്ളിൽ നിന്നുള്ള വീഡിയോസ് വരാറുണ്ട്. കാല് കൊണ്ടൊക്കെ ഇങ്ങനെ ചവിട്ടി പാകപ്പെടുത്തുകയാണ് ഈ മൈദ. അതും 5ഉം 6ഉം ആളുകൾ ചേർന്നിട്ട് വേർത്തൊലിച്ചുകൊണ്ടിരിക്കുന്നു അവർ. അത് പോകാൻ പ്രത്യേകം പാത്യ സംവിധാനങ്ങളൊന്നുമില്ല. നമ്മൾ ഈ റൂഫിൽ നിന്ന് വെള്ളം വരുമ്പോൾ ആ വെള്ളം ഒന്നിച്ചിങ്ങനെ പുറത്തു പോയി ഒരു സ്ഥലത്ത് നിക്ഷേപിക്കപ്പെടുന്നത് പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഈ 5ഉം 6ഉം മനുഷ്യന്മാർ ഒരു പഴകിയ ഒരു ഇന്നർ വെയർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബർമൂടി ഇട്ടിട്ട് ചവിട്ടി പാകപ്പെടുത്തുമ്പോൾ അങ്ങനെ ഇറ്റിറ്റ് വീഴാണ്. അച്ചാർ കമ്പനികളെ കുറിച്ച് അങ്ങനെ പല റിപ്പോർട്ടുകളും വരാറുണ്ട്. ഇതൊക്കെ സസ്യാഹാരമാണെങ്കിൽ പോലും മനുഷ്യന് ഉപദ്രവമാവും. ഒരു പ്രമുഖ RSS നേതാവ് ഈയിടെ നടത്തിയ ഒരു പരാമർശമാണ് ഇന്നിപ്പോൾ കേരളത്തിലാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഷവർമ്മ കഴിച്ചു മരിച്ച ആളുകളിൽ മുഹമ്മദ് ഇല്ല, ഫിലിപ്പോസ് ഇല്ല എന്നാണ്. പിന്നെ ആരാളുള്ളത്? വർമ്മ ഉണ്ട് എന്നാണ്. ഷവർമ്മ, അങ്ങനെയാണ് അതിന് അങ്ങനെ പേര് വരാൻ കാരണം എന്ന് പോലും അദ്ദേഹം അതൊരു തമാശയായിട്ട് പറയണം. അദ്ദേഹത്തിൻ്റെതായ ഒരു സോഫ്റ്റ് കോണിൽ വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഈ ഷവർമ്മ എന്ന് പറയുന്ന ഫുഡ് നിങ്ങളാരും കഴിക്കരുത് എന്ന് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ ശ്രവിച്ച് അംഗീകരിക്കാനും പറ്റുന്ന ആളുകളോട് അത് പറയുന്നതിനും യാതൊരു തകരാറൊന്നുമില്ല.